അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചട്ടിയിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഇത്തിരി സവാള, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി അരിഞ്ഞത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് അത് വഴറ്റണം. വഴറ്റി വരുമ്പോഴേക്കും പിന്നെ ബാക്കിയുള്ളതൊക്കെ ചേർക്കുക. അപ്പോൾ ഞാൻ ഈ കുത്തിക്കൊണ്ടിരിക്കുന്നത് ആ സാധനം അരിഞ്ഞതാണ് ഞാൻ, പക്ഷേ കത്തിക്ക് ഇത്തിരി മൂർച്ചയില്ലാത്തതുകൊണ്ട് അത് വിട്ട് വന്നില്ല. അതപ്പോൾ വിട്ട് വരാനായിട്ടാണ് ഞാനിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കുത്തിയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അവസാനം നമ്മൾ അത് വെന്ത് കഴിയുമ്പോൾ അതെന്തായാലും സെപ്പറേറ്റ് വരും, എന്നല്ലേ പറ്റൂ. അതിങ്ങനെ കുത്തി കൊടുത്തിട്ട് അത് ഇത്തിരി നമ്മൾ വാടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുത്തിയിട്ട് വാടി കഴിയുമ്പോഴേക്കും അത് നമ്മൾ ഒരു തക്കാളി എടുത്ത് വേവിച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് ഇത്തിരി വെള്ളമിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ തക്കാളിയാണ് ഈ സാധനത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒഴിക്കുന്നത് അതിത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ ഒഴിക്കുന്നതാണ്. അങ്ങനെ വെള്ളം കുറഞ്ഞു പോയാലോ മുട്ടയിടുമ്പോൾ വേവണ്ടേന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഒത്തിരി നന്നായിട്ട് ഇളക്കാം. ഇനി തക്കാളി നമ്മൾ വേവിച്ചിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് തിണ്ടി വേവണം, എന്നാലും നമുക്ക് വൈകി വയ്ക്കാൻ പറ്റത്തുള്ളൂ ആ സാധനം. അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ട് വച്ചേക്കുവാണ്. ഇത്തിരി അതിൽ കിടന്ന് തിളച്ചിട്ട് വേവണം. ആ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം കൂടി വെന്ത് ഒരു പരിവാവണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ കുറച്ച് നേരം അത് മൂടി വെച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്നപ്പോഴേക്കും അത് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി വെന്ത് കഴിഞ്ഞാൽ ഈ സാധനത്തിലോട്ട് നമ്മളിനി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി, സാധാരണ ഗരം മസാലപ്പൊടി, കുറച്ച് ഉപ്പും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് ചേർക്കും. ഞാനിപ്പോൾ ഇത് കുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ തക്കാളി ഇട്ടത് വെന്തിട്ടുണ്ടായില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ കുത്തിക്കൊണ്ടിരുന്നത്. നടുക്കത്തെ സാധനം മാത്രം നമുക്കുണ്ടാവില്ല, നടുക്കത്തൊരു മരമ്പുള്ള സാധനം, അത് വെന്തിട്ടുണ്ടായില്ല, അതിന് വേണ്ടിയിട്ടാണ് കുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പൊടികളൊക്കെ ഇട്ടിട്ട് ഉപ്പും ആവശ്യത്തിന് നമുക്ക് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ആ മസാലയൊക്കെ എല്ലാത്തിലോട്ടും പിടിക്കണം, ഇല്ലെങ്കിൽ നമുക്കത് വായി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഞാൻ പിന്നെയും കുത്തുന്ന തക്കാളിയുടെ സാധനം തന്നെയാണ്. അത് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം വെക്കണം, എന്നാലേ ആ നമ്മളിട്ട സാധനങ്ങളൊക്കെ അതിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇളക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കുത്തി കൊടുക്കുന്നു. മറ്റേ സവാളയും മറ്റേ തക്കാളിയും വിട്ട് വരാത്ത സാധനത്തിലാണ് ഞാൻ പിന്നെ കുത്തിക്കുന്നത്. ഇപ്പോൾ സാധനം തിളച്ച് അത് വെന്തിട്ടുണ്ട്. അത് വെന്ത് കഴിഞ്ഞിട്ട് അതിലോട്ട് 2 മുട്ട, ഇനി 2 മുട്ട ഉണ്ടാവുള്ളൂ. രാത്രി കൊതിയാകുമ്പോഴാണ് ഇങ്ങനത്തെ സാധനമൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചങ്ങിടുകയാണ്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കാത്ത കാര്യം ഞാൻ എടുക്കാൻ മറന്നും പോയി. ഞാൻ ഇത്തിരി കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒക്കത്തായിട്ട് കുരുമുളക് പൊടി എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എന്തെങ്കിലും കുരുമുളക് പൊടി ഇട്ടാലും അതിന് ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ കുരുമുളക് കൂടി ഇട്ടിട്ടാണ് ഞാൻ മൂടി വെച്ചേക്കുന്നത്. ഇവിടെ ഭയങ്കര കൊതുക്. ഇനിയിപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് കഴിക്കാം. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കി കഴിച്ചപ്പോഴും അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്ന പാത്രമാണ് അതിൽ ഞാൻ എപ്പോഴും കഴിക്കില്ല. അപ്പോൾ ഞാൻ അതിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അത് കണ്ടോ, വീഡിയോ എടുക്കുമ്പോഴേ എനിക്ക് വായിന്ന് വെള്ളം വരുന്നുണ്ട്. കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റായിരുന്നു. നല്ല അതൊക്കെ വന്ന മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരുന്നു. അതിട്ടപ്പോൾ എൻ്റെ അണ്ണൊക്കെ പൊള്ളിപ്പോവുകയും ചെയ്തു. ഇതിൽ ഞാൻ വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റുമായിരുന്നു. എൻ്റെ നാക്കിലെ തൊലിയും പോയി കിട്ടി, നല്ല ടേസ്റ്റായിരുന്നു.